സേഫ്റ്റി ഐറ്റംസുകൾ. കാരണം പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഇന്ന സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി എന്ത് പ്രൊഡക്ട്സാണ് ഉള്ളത്. കാരണം പലർക്കും എന്തൊക്കെ സേഫ്റ്റി ഐറ്റംസുകളാണ് ഉള്ളതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അതായത് നമ്മൾ പല സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഫാക്ടറികളിൽ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈവൻ ഹോം എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഫാമുകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിവിധങ്ങളായ പല തരത്തിലുള്ള പല ആപ്ലിക്കേഷൻസാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള പല പ്രൊട്ടക്ഷൻ ഐറ്റംസുകളും സേഫ്റ്റി ഐറ്റംസുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഷോറൂമിൽ ഷാഡോ പവറിൽ അവൈലബിൾ ആണ്. അതായത് മെയിനായിട്ട് ഐ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് സേഫ്റ്റി ഗ്ലാസ്സുകൾ, അതുപോലെ ഗൂഗിൾസ് നമ്മൾ യൂസ്. അപ്പോൾ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ, കണ്ണിലേക്ക് പൊടിയടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്യപദാർത്ഥം കണ്ണി കയറാതിരിക്കുക, വെൽഡ് ചെയ്യുമ്പോൾ പൊടിയടിക്കാതിരിക്കുക, അങ്ങനെയുള്ള തരത്തിലുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് കണ്ണിൻ പ്രൊട്ടക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ, നമ്മൾ ഇയർ മഫ്സ്, അതുപോലെ തന്നെ ഇയർ പ്ലഗുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇയർ മഫ് എന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ നമ്മളൊരു ഹെഡ്ഫോൺ പോലത്തെ സാധനം വെക്കാറുണ്ട്. അത് നമുക്ക് ചെവിയിൽ ഒരു കാരണവശാലും നമുക്ക് ഒട്ടും സൗണ്ട് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ രീതിയിൽ. ഇയർ പ്ലഗ് എന്ന് പറയുമ്പോൾ ചെവിയിലേക്ക് കയറ്റി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലൗസുകളുണ്ട്, പലതരത്തിൽ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ പല മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ, അതായത് ഈവൻ സ്റ്റീലിൽ ഉള്ള ഗ്ലൗസുകളുണ്ട്, റബ്ബർ ഗ്ലൗസ് ഉണ്ട്, നൈട്രേറ്റ് ഗ്ലൗസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗ്ലൗസുകൾ. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഈവൻ സൂചി കുത്തിക്കയറാതിരിക്കുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ഗ്ലൗസുകളുണ്ട്. KSEBിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കറണ്ട് അടിക്കാതിരിക്കാവുന്ന ഗ്ലൗസുകളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഗ്ലൗസുകൾ, കെമിക്കൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്ലൗസുകൾ, അങ്ങനെ പലതരം ഗ്ലൗസുകൾ. ഈവൻ ലോഡിംഗ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലൗസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലൗസുകൾ പലതരത്തിലുണ്ട് ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി. അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ഉള്ളിലേക്ക് പൊടി കയറാതിരിക്കാനുള്ള മാസ്കുകളും അതുപോലെ റെസ്പിറേറ്റേഴ്സും ഒക്കെ നമുക്ക് ഈ സേഫ്റ്റിയിൽ പെടുന്നതാണ്. അതുപോലെ ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹെൽമെറ്റ് വരുന്നുണ്ട്, സേഫ്റ്റി ഷൂകൾ വരുന്നുണ്ട്, ഗംബൂട്ടുകൾ വരുന്നുണ്ട്. ഈ ഐറ്റംസുകളൊക്കെ നമുക്ക് സേഫ്റ്റിയിൽ പെടുന്നതാണ്. പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ സെഗ്മെൻറ്റ് വൈസ് ചിന്തിച്ച് നോക്കാം. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഹെൽമെറ്റുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ സേഫ്റ്റി ഗ്ലാസ്സുകൾ, സേഫ്റ്റി ബൂട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുട്ടത്തൊക്കെ ഇച്ചിരി വെളിച്ചം കുറവ് സ്ഥലത്തൊക്കെ ആയാലും ലൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ്, ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ്, ആ ടൈപ്പ് ഡ്രസ്സുകൾ പലരും നമ്മൾ കാണാറുണ്ടാവും. ഓവർ കോട്ട് പോലെ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ് സേഫ്റ്റിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റികളിലൊക്കെ ആകുമ്പോൾ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ, അത് നമുക്കിപ്പോൾ ഉള്ളിലേക്ക് ആദ്യം പറഞ്ഞ പോലെ പൊടി കയറാതിരിക്കാനുള്ള മാസ്കുകൾ, വിവിധ തരത്തിലുള്ള മാസ്കുകളും റെസ്പിറേറ്റേഴ്സും അവൈലബിൾ ആണ് സേഫ്റ്റിക്ക് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഇയർ മഫുകളും ഇയർ പ്ലഗുകളും, അതുപോലെ തന്നെ ഐ പ്രൊട്ടക്ഷൻ, കണ്ണ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഗൂഗിൾസ്, സേഫ്റ്റി ഗ്ലാസ്സൊക്കെ, ഇതൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ അവർക്ക് ആവശ്യമാണ്. ഈവൻ അവർക്ക് സേഫ്റ്റി ഷൂകൾ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗംബൂട്ടുകളും ആവശ്യം വരാറുണ്ട്. കാരണം പല സൈസിലായി നമ്മുടെ പല ഏരിയയിലും, കാരണം മാനുഫാക്ചറിങ് ഏരിയയിൽ ചിലപ്പോൾ അസിഡിറ്റിയുള്ള ആൽക്കലൈനായിട്ടുള്ള ഏരിയാസിലും അങ്ങനെയുള്ള സിമെൻറ്റിലുള്ള ഏരിയാസിലും അങ്ങനെ പല ഏരിയാസിലേക്ക് ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർക്കെല്ലാം ഇതെല്ലാം ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഔട്ട്ഡോർ, അതുപോലെ തന്നെ ഫോറസ്ട്രി, അങ്ങനെയുള്ള ഫാം, ഗ്രൗണ്ട് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഏരിയാസുണ്ട്. അങ്ങനെയുള്ള ഏരിയാസിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളാണ് ഈ സേഫ്റ്റി ബൂട്ടുകൾ, അതുപോലെ തന്നെ സേഫ്റ്റി ഷൂകൾ, ഗ്ലൗസുകൾ. അതുപോലെ ആദ്യം പറഞ്ഞ പോലെ ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ്, കാരണം വെളിച്ചം കുറവുള്ള ഏരിയാസിലെ ആളെ കാണാൻ പാകത്തിനുള്ള ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അങ്ങനെയുള്ള ഏരിയാസ് നമുക്കിപ്പോൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയായിട്ടുള്ള ഗൂഗിൾസ് നമ്മൾ ഈ ഔട്ട്ഡോർ, കാരണം ഈവൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും മരം മുറിക്കുന്ന ആൾക്കാരാവട്ടെ, അതല്ല അങ്ങനെ ഈ പറയുന്ന കാട് വെട്ടുന്നവരാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് സംബന്ധിച്ച് അവർ കണ്ണിലോ ഒക്കെ പൊടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഗൂഗിൾസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹസാഡസ് ആയിട്ടുള്ള ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വളരെ അപകടകരമായ ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ഗ്ലൗസുകൾ, റെസ്പിറേറ്റേഴ്സ്, അതുപോലെ കെമിക്കൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ക്ലോത്തിങ്ങുകൾ, ഐ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഗൂഗിൾസുകൾ, അതൊക്കെ നമുക്ക് അവർക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ രാത്രിയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാറുണ്ട് റോഡിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യണത്. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ വണ്ടിക്കാരും അവരെ കാണുന്നതിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ എമർജൻസി റെസ്പോൺസ് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഫയർഫോഴ്സ് പോലുള്ളവർ,
അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഫയർ റെസിസ്റ്റൻറ്റ് ക്ലോത്തിങ്, അതുപോലെ റെസ്പിറേറ്റേഴ്സ്, ഈ ഉള്ളിലേക്ക് പൊടി കയറാതിരിക്കാൻ, അതുപോലെ തന്നെ ഈ താഴോട്ട് വീഴാതിരിക്കാൻ, എന്തെങ്കിലും അപകടം ഈ നമ്മളെ എവിടെയെങ്കിലും മുകളിലൊക്കെ പിടച്ച് കയറുമ്പോൾ, അത് ഇവൻ മരം കയറുന്ന ആൾക്കും അത് ഭാഗമാണ്. എവിടെയെങ്കിലും മരം കയറുമ്പോഴോ പോസ്റ്റ് കയറുമ്പോഴോ അങ്ങനെയൊക്കെ കയറുമ്പോൾ ഉരുണ്ട് വീഴാതിരിക്കാനുള്ള സേഫ്റ്റി ബെൽറ്റുകൾ അതും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ. ഇനി ഈവൻ നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലേസസിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള, അത് ഈവൻ പല ഓഫീസുകളിലും ഫാക്ടറികളിലൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഈവൻ ഇപ്പോൾ പുതിയ കാറുകളിലൊക്കെ അപകടം വരുന്നതുകൊണ്ട് പറയുന്നുണ്ട്, ഈവൻ ചെറിയൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മെഷീൻ എല്ലാ കാറുകളിലും ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാറിനൊക്കെ ചെറിയ തീപിടുത്തം ഉണ്ടായി പെട്ടെന്ന് അത് എടുത്താൽ നല്ലതാണ് എന്ന് നമ്മളിപ്പോൾ പലപ്പോഴും വാർത്തകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഈവൻ നമ്മുടെ കാറിലാണെങ്കിൽ പോലും നമുക്കത് പ്രയോജനപ്രദമാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ റോഡുകളിലൊക്കെ റോഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സേഫ്റ്റിക്ക് വേണ്ടി അവർ ഈ റോഡിലൊക്കെ മിറർ വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വഴി തിരിച്ചു വിടാൻ വേണ്ടിയായിട്ടുള്ള സേഫ്റ്റി കോണുകൾ വഴി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് വയ്ക്കാറുണ്ട്. ഈ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള വള്ളികൾ വലിച്ചു കെട്ടാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സേഫ്റ്റി ഐറ്റംസ് കൺസ്ട്രക്ഷൻ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി റിലേറ്റഡ് ഐറ്റംസ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ ഒരു ഓവറോൾ ചിന്തിക്കുമ്പോൾ അയാളുടെ തല പ്രൊട്ടക്ഷൻ, അയാളുടെ ചെവി പ്രൊട്ടക്ഷൻ, കണ്ണ് പ്രൊട്ടക്ഷൻ, മൂക്ക് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ അവരുടെ വായിലേക്ക് കയറാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ, കൈ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൈക്ക് അപകടം പറ്റാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള റെയിൻ കോട്ടുകൾ, അതും സേഫ്റ്റി റിലേറ്റഡ് തന്നെയാണ്. നമുക്ക് ഷർട്ടും പാൻസൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെയിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കെമിക്കൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള. അപ്പോൾ നമ്മളുടെ ഒരു ടോപ്പ് ടു ബോട്ടം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഐറ്റംസുകളും വിവിധങ്ങളായ ആപ്ലിക്കേഷൻ, വിവിധങ്ങളായ സെഗ്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാവരും ഇത് യൂസ് ചെയ്യേണ്ടതായിട്ടാണ്. ഈവൻ നമ്മൾ വെൽഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വെൽഡിംഗ് ഗൂഗിൾസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസുകൾ യൂസ് ചെയ്യാം, സേഫ്റ്റി ബെൽറ്റുകൾ യൂസ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള വിവിധങ്ങളായ സേഫ്റ്റി ഐറ്റംസുകൾ എല്ലാവരും ഓരോരോ സെഗ്മെൻ്റ് അനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളെ പറ്റി കൂടുതൽ അറിയാനും ആ പ്രൊഡക്ട്സുകൾ കാണാനും പരിചയപ്പെടാനും വാങ്ങാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാം. ഷാഡോ പവർ മൂവാറ്റുപുഴ. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ കൂടുതൽ പ്രൊഡക്ട്സ് അറിയാൻ പറ്റും. www.shadowpower.in. ഓക്കെ, കൂടുതൽ അറിയാൻ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ റീലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ റെഗുലറായിട്ട് ഇടുന്ന ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.